ദേശീയപാതയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ മണിക്കൂറുകളോളം നീളുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടിട്ടും ടോൾ പിരിവ് നിർത്തിവെക്കാതെ വാഹനങ്ങൾ ബ്ലോക്കിലിടുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത്. അതേസമയം ഗതാഗതക്കുരുക്കിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതിന് പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തും വിധം സംസാരിച്ചതായി യാത്രക്കാരൻ ആരോപിച്ചു. ഓഗസ്റ്റ് 23-ന് ടോൾ പ്ലാസയ്ക്ക് സമീപം 1/2 കിലോമീറ്ററിലധികം ദൂരത്തിൽ കനത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. കുരുക്ക് കാരണം ആംബുലൻസ് അടക്കമുള്ള അടിയന്തര സർവീസ് വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കാണ്. ടോളിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വരെ ഫുള്ള് ബ്ലോക്കാണ്. ആംബുലൻസ് പോലത്തെ എമർജൻസി വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ ഇടയിൽ എന്താ ചെയ്യുക? ആ പോലീസുകാരൻ പറഞ്ഞത് ആംബുലൻസിനും എമർജൻസി വാഹനങ്ങൾക്കും പോകാനുള്ള ട്രാക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് കഴിച്ചിലാവണ്ടേ, പറക്കാനൊന്നും പറ്റൂലല്ലോ. ആംബുലൻസുകൾക്ക് പ്രത്യേക ട്രാക്ക് ഉണ്ടെന്ന് അധികൃതരും പോലീസും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കിലോമീറ്ററുകൾക്കപ്പുറം തന്നെ റോഡ് പൂർണ്ണമായും ബ്ലോക്കാകുന്നതിനാൽ ആംബുലൻസുകൾക്ക് ടോൾ പ്ലാസ വരെ എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഗതാഗതക്കുരുക്കിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതിനും പ്രശ്നം ചോദ്യം ചെയ്തതിനും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുക്കുകയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി ഒരു ഡ്രൈവർ ആരോപിക്കുന്നു. വീഡിയോ എടുത്ത് ഇങ്ങനെ ഈ ഹൈവേ ഇങ്ങനെ അടിച്ചിടാൻ പാടുണ്ടോ? ഇത്ര ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഈ ടോളും കൊടുത്താണ്ട് ആ തലക്കലെത്തുന്ന ബ്ലോക്ക്, ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ടോൾ പിരിവും ഗതാഗത നിയന്ത്രണത്തിലെ പാളിച്ചകളും കാരണം സാധാരണക്കാരായ യാത്രക്കാർ ദുരിതത്തിലാവുകയാണ്. പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ, വളാഞ്ചേരി.